ഇന്ന് നമ്മുടെ സംസ്ഥാനത്തെ കോവിഡ് വ്യാപനവുമായി ബന്ധപ്പെട്ട് വലിയ ഗൗരവമുള്ളതും ആശങ്കയുളവാക്കുന്നതുമായ വിവരങ്ങളാണ് പറയാനുള്ളത്. അതായത് ഇതേവരെയുള്ളതിൽ ഏറ്റവും കൂടുതൽ രോഗബാധയുണ്ടായ ദിവസമാണിന്ന്. 608 പേർക്കാണ് ഇന്ന് കോവിഡ് ബാധ സ്ഥിരീകരിച്ചത്. അതിൽ തിരുവനന്തപുരത്ത് മാത്രം 201 പേരുണ്ട്. അപ്പോൾ ഇതുവരെയുള്ള ഏറ്റവും വലിയ കണക്കാണിത്. ഇതിനർത്ഥം നമ്മുടെ സംസ്ഥാനം അനുദിനം കോവിഡ് വ്യാപനത്തിൻ്റെ രൂക്ഷതയിലേക്ക് പോകുന്നുവെന്നാണ്. ഒരാളിന്ന് മരണപ്പെടുകയും ചെയ്തു. ആലപ്പുഴയിലെ ചുനക്കരയിലുള്ള 47 വയസ്സുള്ള നസീർ ഉസ്മാൻ കുട്ടി. അദ്ദേഹം സൗദി അറേബ്യയിൽ നിന്ന് വന്നതാണ്. അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു. ഇന്ന് രോഗം ബാധിച്ചവരിൽ 130 പേർ വിദേശത്തു നിന്ന് വന്നവരാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് 68 പേര്. സമ്പർക്കം 396. ഹെൽത്ത് വർക്കർമാർ 8, BSF 1, ITBP 2, CISF 2. സമ്പർക്ക രോഗബാധയുണ്ടായവരിൽ 26 പേരുടെ ഉറവിടം തിരിച്ചറിഞ്ഞിട്ടില്ല. പോസിറ്റീവായവരുടെ ജില്ല തിരിച്ചുള്ള കണക്ക്: എറണാകുളം 70, മലപ്പുറം 58, കോഴിക്കോട് 58, കാസർഗോഡ് 44, തൃശ്ശൂർ 42, ആലപ്പുഴ 34, പാലക്കാട് 26, കോട്ടയം 25, കൊല്ലം 23, വയനാട് 12, കണ്ണൂർ 12, പത്തനംതിട്ട 3. 181 പേരാണ് രോഗമുക്തി നേടിയത്. നെഗറ്റീവായവരുടെ ജില്ല തിരിച്ചുള്ള കണക്ക്: തിരുവനന്തപുരം 15, കൊല്ലം 2, ആലപ്പുഴ 17, കോട്ടയം 5, തൃശ്ശൂർ 9, പാലക്കാട് 49, മലപ്പുറം 9, കോഴിക്കോട് 21, കണ്ണൂർ 49, കാസർഗോഡ് 5. കഴിഞ്ഞ 24 മണിക്കൂറിനകം 14,227 സാമ്പിളുകൾ പരിശോധിച്ചു. 1,80,594 പേരാണ് നിരീക്ഷണത്തിലുള്ളത്. 4,376 പേർ ആശുപത്രികളിൽ. ഇതുവരെ രോഗം സ്ഥിരീകരിച്ചത് 8,930 പേർക്കാണ്. ഇന്ന് മാത്രം 720 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇപ്പോൾ ചികിത്സയിലുള്ളവർ 4,454 ആണ്. ഇതുവരെ ആകെ 2,52,302 സാമ്പിളുകളാണ് പരിശോധനയ്ക്കായി അയച്ചത്. ഇതിൽ 7,745 സാമ്പിളുകളുടെ പരിശോധനാ ഫലം വരാനുണ്ട്. ഇതുകൂടാതെ സെന്റിനൽ സർവൈലൻസിൻ്റെ ഭാഗമായി മുൻഗണനാ ഗ്രൂപ്പുകളിൽ നിന്ന്
79,723 സാമ്പിളുകൾ ശേഖരിച്ചു. അതിൽ 75,338 സാമ്പിളുകൾ നെഗറ്റീവായി. ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം 227ആയി. രോഗവ്യാപനം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ജില്ലകളിലെ പ്രവർത്തനങ്ങളെ സഹായിക്കുന്നതിനായി 14 IAS ഉദ്യോഗസ്ഥരെ നൽകിയിട്ടുണ്ട്. കെ ഇമ്പശേഖർ തിരുവനന്തപുരം, എസ് ചിത്ര കൊല്ലം, എസ് ചന്ദ്രശേഖർ പത്തനംതിട്ട, തേജ് ലോഹിത് റെഡ്ഡി ആലപ്പുഴ, രേണുരാജ് കോട്ടയം, VR പ്രേംകുമാർ ഇടുക്കി, ജെറോമിക് ജോർജ് എറണാകുളം, ജീവൻ ബാബു തൃശൂർ, എസ് കാർത്തികേയൻ പാലക്കാട്, NSK ഉമേഷ് മലപ്പുറം, വീണ മാധവൻ വയനാട്, വി വിഘ്നേശ്വരി കോഴിക്കോട്, VRK തേജ കണ്ണൂർ, അമിത് മീണ കാസർഗോഡ്. തിരുവനന്തപുരത്ത് കളക്ടറെ സഹായിക്കാൻ നേരത്തെ ഈ രീതിയിൽ IAS ഉദ്യോഗസ്ഥനെ നിയോഗിച്ച അനുഭവമുണ്ടായിരുന്നു. യുദ്ധകാലാടിസ്ഥാനത്തിൽ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റുകളും റിവേഴ്സ് ക്വാറന്റൈൻ സെൻ്ററുകളും ഒരുക്കുന്നതിനടക്കം ജില്ലാ കളക്ടർമാർക്ക് ഈ ഓഫീസർമാർ സഹായം നൽകും. തിരുവനന്തപുരം ജില്ലയിൽ സമ്പർക്കത്തിലൂടെ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കൂടുതലാണ്. ഇന്ന് രോഗം സ്ഥിരീകരിച്ച 201 പേരിൽ 158 പേർക്കും സമ്പർക്കം മൂലമാണ് രോഗബാധയുണ്ടായത്. ഇവർ പൂന്തുറ, കൊട്ടക്കൽ, പുല്ലുവിള, വെങ്ങാനൂർ ക്ലസ്റ്ററുകളിൽ ഉള്ളവരാണ്. 4 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം ബാധിച്ചു. എവിടെ നിന്ന് രോഗബാധയുണ്ടായി എന്ന് മനസ്സിലാകാത്ത 19 പേരുമുണ്ട്. ഈ സാഹചര്യത്തിൽ ചില പ്രത്യേക പ്രദേശങ്ങളിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അഞ്ചുതെങ്ങ്, പാറശാല ഗ്രാമപഞ്ചായത്തുകളിലെ എല്ലാ വാർഡുകളും ഉൾപ്പെടെ പുതിയ കണ്ടെയ്ൻമെൻറ്റ് സോണുകളിലും കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. ആര്യനാട് ഗ്രാമപഞ്ചായത്തിലെ എല്ലാ വാർഡുകളും നിലവിലെ നില തൃപ്തികരമായതിനാൽ കണ്ടെയ്ൻമെൻറ്റ് സോണിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ജില്ലയിലെ ക്രിട്ടിക്കൽ കണ്ടെയ്ൻമെൻറ്റ് സോണുകളിൽ പൊതുജനങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. മെഡിക്കൽ, ആംബുലൻസ് സൗകര്യങ്ങൾ സജ്ജമാണ്. പ്രദേശത്ത് സൗജന്യ റേഷൻ വിതരണം പൂർത്തിയായി. എറണാകുളം ജില്ലയിൽ സമ്പർക്കം മൂലമുള്ള രോഗബാധ വർദ്ധിച്ച ചെല്ലാനം, ആലുവ മുനിസിപ്പാലിറ്റി, കീഴ്മാട് പഞ്ചായത്ത് എന്നിവിടങ്ങളിലും പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. ചെല്ലാനത്ത് ടെസ്റ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചു. പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ റാപ്പിഡ് ആക്ഷൻ ടീമിനെ നിയോഗിച്ചിട്ടുണ്ട്. റേഷൻ സാധനങ്ങളും അവശ്യ വസ്തുക്കളും എത്തിക്കുന്നതിനു വേണ്ടിയും സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ചെല്ലാനത്തൊരു ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻറ്റർ ഒരുക്കാനുള്ള നടപടികളും ആരംഭിച്ചു. സമീപ പ്രദേശങ്ങളിലും ആരോഗ്യവകുപ്പ് നിരീക്ഷിക്കുകയാണ്. ആലപ്പുഴ ജില്ലയിൽ ഇന്ന് 34 പേർക്ക് രോഗബാധയുണ്ടായി. അതിൽ 15 സമ്പർക്കത്തിലൂടെയാണ്. ഉറവിടമറിയാത്ത 2 പേരുമുണ്ട്. കായംകുളം നഗരസഭ, ചേർത്തല താലൂക്ക്, ആറാട്ടുപുഴ, നൂറനാട്, പാലമേൽ, താമരക്കുളം, പുളിങ്കുന്ന് ഈ ഗ്രാമപഞ്ചായത്തുകൾ, അവയിൽ ഉൾപ്പെട്ട മുഴുവൻ പ്രദേശങ്ങളും കണ്ടെയ്ൻമെൻറ്റ് സോണുകളാണ്.
കൂടുതൽ രോഗബാധ സ്ഥിരീകരിച്ച ITBP നൂർനാട്, കായംകുളം നഗരസഭ, ചേർത്തല താലൂക്കിലെ പള്ളിത്തോട്, എഴുപുന്ന ഈ പ്രദേശങ്ങളിൽ കർശന നിയന്ത്രണങ്ങളും നിരീക്ഷണവും വ്യാപകമായ കോവിഡ് പരിശോധനകളും നടത്തുന്നുണ്ട്. ആകെ 130 ITBP ഉദ്യോഗസ്ഥർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. 209 സാമ്പിളുകൾ ശേഖരിച്ചു കഴിഞ്ഞു. പോസിറ്റീവായവരെ ആശുപത്രിയിലേക്ക് മാറ്റുകയും നെഗറ്റീവായവരെ സുരക്ഷിതമായ നിരീക്ഷണത്തിൽ പാർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അലഞ്ഞു തിരിയുന്നവർ, അഗതികൾ, മാനസിക ദൗർബല്യമുള്ളവർ ഇവരെയെല്ലാം സുരക്ഷിതമായി പാർപ്പിക്കാനുള്ള നടപടികളും എടുത്തിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് തൂണേരി ഗ്രാമപഞ്ചായത്തിലാണ്. ഇവിടെ ട്രിപ്പിൾ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ച് ജാഗ്രതാപൂർണമായ പ്രതിരോധ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. 2 പേരിൽ നിന്നാണ് 53 പേർക്ക് രോഗബാധയുണ്ടായതായി ഇവിടെ കണ്ടെത്തിയിട്ടുള്ളത്. ഒരു സ്ത്രീക്കും പുരുഷനുമാണ് ആദ്യം രോഗം സ്ഥിരീകരിച്ചത്. ഇതേ തുടർന്ന് ഇവരുമായി സമ്പർക്കം പുലർത്തിയവരെ മുഴുവൻ ആൻറ്റിജൻ ടെസ്റ്റിന് വിധേയമാക്കി. ഇവിടെ വേറൊരു പ്രത്യേകത ശ്രദ്ധിക്കാനുള്ളത്, ഉപയോഗശൂന്യമായ മാസ്കുകൾ, കയ്യുറകൾ അശ്രദ്ധമായി വലിച്ചെറിയുന്നതും പൊതുസ്ഥലങ്ങളിൽ ഉപേക്ഷിക്കുന്നതും വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. മറ്റുള്ളവരിലേക്ക് രോഗം പകരാനുള്ള സാധ്യത ഇതുമൂലം വർദ്ധിക്കുകയാണ്. അതുകൊണ്ട് ഉപയോഗശൂന്യമായ മാസ്കുകളും കയ്യുറകളും പൊതുസ്ഥലങ്ങളിൽ വലിച്ചെറിയാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. ലോകാരോഗ്യ സംഘടനയുടെ മാനദണ്ഡമനുസരിച്ച് രോഗവ്യാപനത്തിന് 4 ഘട്ടങ്ങളാണുള്ളത്. രോഗികളില്ലാത്ത സ്ഥിതി, പുറമേ നിന്നും രോഗികളെത്തി സമൂഹത്തിലെ ചിലരിലേക്ക് രോഗം പകരുന്ന ഘട്ടം, സ്പൊറാഡിക്. ചില ജനവിഭാഗങ്ങളിലും പ്രദേശങ്ങളിലും കേന്ദ്രീകരിച്ചുള്ള രോഗവ്യാപനം, ക്ലസ്റ്റേഴ്സ്. വ്യാപകമായ സമൂഹവ്യാപനം. ഇവയാണ് 4. കേരളം 3ാം ഘട്ടത്തിലെത്തി നിൽക്കുന്നതായാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മലപ്പുറത്തും തിരുവനന്തപുരത്തും മറ്റു പല ജില്ലകളിലും ക്ലസ്റ്ററുകൾ രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത ഘട്ടം ഇതിൻ്റെ കണക്കനുസരിച്ച് സമൂഹ വ്യാപനമാണ്. അപ്പോൾ ആ സാമൂഹ്യ വ്യാപനം തടയുന്നതിനായി നമ്മൾ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. ഇതിനു മുൻപ് നമുക്ക് നേരിടേണ്ടി വന്ന നിപ രോഗബാധ ഏകദേശം 1 മാസമാണ് നീണ്ടു നിന്നത്. അത് നമുക്ക് വിജയകരമായി തരണം ചെയ്യാനും കഴിഞ്ഞു. കോവിഡ് നിയന്ത്രണ ശ്രമങ്ങൾ ആരംഭിച്ചിട്ട് ഇപ്പോൾ 6 മാസത്തിലേറെയായി. ഇവിടെ മാത്രമല്ല, ലോകത്തെ പലയിടങ്ങളിലും ഓരോ ദിവസം കഴിയുന്തോറും രോഗബാധ കൂടുതൽ വ്യാപിക്കുന്ന സ്ഥിതിയാണുള്ളത്. ഈ വർഷാവസാനത്തോടെ മാത്രമേ രോഗനിയന്ത്രണം കൈവരിക്കാൻ കഴിയൂ എന്നാണ് ഒരു വിലയിരുത്തൽ എന്നുകൂടി നാം അറിയേണ്ടതായിട്ടുണ്ട്. ഇത്ര ദീർഘകാലം കഠിനമായി പരിശ്രമിക്കേണ്ടി വരുന്ന ആരോഗ്യ പ്രവർത്തകരിൽ സ്വാഭാവികമായും വരുന്ന തളർച്ച
അത് സംഭവിക്കുന്നുവെന്നത് നാം കാണേണ്ടതുണ്ട്. അതുപോലെ രോഗപ്രതിരോധ നടപടികളിൽ ഉദാസീനമായ സമീപനം നാട്ടുകാരിൽ ചിലരും സ്വീകരിച്ചു വരുന്നുണ്ട്. സമ്പർക്കത്തിലൂടെയുള്ള രോഗവ്യാപനം വർദ്ധിച്ചു വരുന്നതിനുള്ള പ്രധാന കാരണം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന അശ്രദ്ധ തന്നെയാണ്. അതുകൊണ്ട് കൂടുതൽ ജാഗ്രതയോടെ മുന്നോട്ട് പോവുക എന്ന മാർഗമാണ് നമുക്ക് മുന്നിലുള്ളത്. കഴിഞ്ഞ ദിവസം പറഞ്ഞ കൂട്ടത്തിൽ പ്രതിരോധ രംഗത്തുണ്ടാകുന്ന മടുപ്പിനെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നത് പ്രാദേശിക സർക്കാരുകളാണ്. അതാത് പ്രദേശങ്ങളിലുള്ള ജനങ്ങൾ അതത് പ്രദേശങ്ങളിലെ പ്രശ്നങ്ങൾ കണ്ടെത്തി പരിഹരിക്കുന്നതിന് ചുമതലപ്പെടുത്തിയിട്ടുള്ള നേതാക്കന്മാർ അവിടെയുണ്ട്. കോവിഡിൻ്റെ പകർച്ച വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പ്രാദേശിക ഭരണ സംവിധാനങ്ങൾ, ജനപ്രതിനിധികൾ ഇവരെല്ലാം ഇപ്പോൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ കൂടുതൽ വിപുലീകരിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യണം. പഞ്ചായത്ത് കമ്മിറ്റികളും നഗരസഭകളും ഓൺലൈൻ സംവിധാനങ്ങളിലൂടെ നിലനിൽക്കുന്ന സാഹചര്യങ്ങൾ വിലയിരുത്തണം. പ്രദേശത്ത് പ്രവർത്തിക്കുന്ന പ്രൈമറി ഹെൽത്ത് സെൻ്റർ, ICDS, കുടുംബശ്രീ തുടങ്ങിയ പ്രവർത്തനത്തിൽ പങ്കാളികളായ എല്ലാവരെയും പ്രവർത്തനങ്ങളിൽ ഏകോപിപ്പിക്കണം. കേരളത്തിൽ ഇന്ന് നിലനിൽക്കുന്ന ജനാധിപത്യ പ്രക്രിയയുടെ ഏറ്റവും അടിസ്ഥാന യൂണിറ്റ് വാർഡുകളാണ്. അതുകൊണ്ട് തന്നെ കോവിഡ് നിയന്ത്രണ പ്രവർത്തനങ്ങളിൽ വാർഡ് മെമ്പർമാർക്കും കൗൺസിലർമാർക്കുമുള്ള പങ്ക് ഏറ്റവും നിർണായകമാണ്. നമ്മുടെ മെമ്പർമാരും കൗൺസിലർമാരും അവരവരുടെ പ്രദേശത്ത് നിരന്തരമായി ഇടപെടേണ്ടതുണ്ട്. കോവിഡ് ബാധ ഉണ്ടാകാതിരിക്കുന്നതിനും അഥവാ ഉണ്ടായാൽ അത് പടർന്നു പിടിക്കാതിരിക്കുന്നതിനും അവരുടെ ഇടപെടൽ നിർണായകമാണ്. രോഗികൾക്ക് വൈദ്യസഹായം എത്തിക്കുക, രോഗികളെ മാറ്റിപ്പാർപ്പിക്കേണ്ടി വന്നാൽ അതിനുള്ള സൗകര്യമൊരുക്കുക, സമൂഹത്തിലുള്ള ഭീതി അകറ്റുക, പ്രതിരോധ മാർഗങ്ങളെപ്പറ്റി അവബോധമുണ്ടാക്കുക, പ്രായാധിക്യമുള്ളവരെയും ഇതര രോഗങ്ങളുള്ളവരെയും സാമൂഹികമായും സാമ്പത്തികമായും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും സംരക്ഷിക്കുക, ഇതിനെല്ലാം തുടർന്നും മുൻഗണന നൽകണം. ഇതിനായി തദ്ദേശീയമായി ലഭ്യമാകുന്ന മെഡിക്കൽ ഉൾപ്പെടെയുള്ള വിഭവങ്ങൾ ക്രിയാത്മകമായി ഉപയോഗിക്കണം. ഇത്തരത്തിലുള്ള പ്രാദേശിക മാതൃകകൾ പങ്കുവെക്കുന്നതിലൂടെ മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുകയും വേണം. കേരളത്തിലെ ജനകീയാസൂത്രണത്തിൻ്റെ ശക്തി നാം ഈ കാര്യത്തിൽ ശരിയായ രീതിയിൽ ഉപയോഗിക്കണം. ITBP ജവാന്മാർക്ക് കോവിഡ് ബാധയുണ്ടായ സാഹചര്യത്തിൽ സംസ്ഥാന പോലീസ് മേധാവി
ITBP ഡയറക്ടർ ജനറലിനെ ഫോണിൽ ബന്ധപ്പെട്ട് സ്ഥിതിഗതികൾ ധരിപ്പിച്ചു. കേരളത്തിലെ ITBP ക്യാമ്പുകളിൽ സാമൂഹ്യ അകലം ഉൾപ്പെടെയുള്ള ആരോഗ്യ സുരക്ഷാ പ്രോട്ടോക്കോളുകൾ കർശനമായി നടപ്പാക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് ITBP ഡയറക്ടർ ജനറൽ ഉറപ്പു നൽകി. ട്രിപ്പിൾ ലോക്ക്ഡൗൺ നിലവിലുള്ള തീരദേശ മേഖലകളിൽ സാമൂഹ്യ അകലം ഉൾപ്പെടെയുള്ള ആരോഗ്യ സുരക്ഷാ പ്രോട്ടോക്കോളുകൾ ജനങ്ങൾ പാലിക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ ഡ്രോണുകൾ വിന്യസിച്ചു. ലോക്ക്ഡൗൺ കാലത്ത് എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്ത് സന്നദ്ധസേനാ പ്രവർത്തകർ പോലീസിനൊപ്പവും ആരോഗ്യവകുപ്പിനോടൊപ്പവും ജോലി ചെയ്യുന്നുണ്ട്. ഇതിൽ പോലീസ് വളണ്ടിയർമാരുടെ സേവനം ഏകോപിപ്പിക്കുന്നതിന് ജില്ലകളിൽ അഡീഷണൽ SP-മാരെ നോഡൽ ഓഫീസർമാരായി നിയോഗിച്ചു. പോലീസ് വളണ്ടിയർമാരുടെ സേവനം സംബന്ധിച്ച ദൈനംദിന റിപ്പോർട്ട് നോഡൽ ഓഫീസർ എല്ലാ ദിവസവും പോലീസ് ആസ്ഥാനത്ത് ലഭ്യമാക്കും. മാസ്ക് ധരിക്കാത്ത 5338 സംഭവങ്ങൾ സംസ്ഥാനത്ത് ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ക്വാറന്റൈൻ ലംഘിച്ച 13 പേർക്കെതിരെ ഇന്ന് കേസ് രജിസ്റ്റർ ചെയ്തു. മറ്റൊരു പ്രശ്നം 2019-2020 അധ്യയന വർഷത്തെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം നാളെ പ്രഖ്യാപിക്കുകയാണ്. മാർച്ച് 10 ആരംഭിച്ച പരീക്ഷ കോവിഡ്-19 മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ നിർത്തിവെച്ചതായിരുന്നു. മാർച്ച് 19 നിർത്തിവെച്ചത്. എല്ലാ ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ച് മെയ് 26 പിന്നീട് പുനരാരംഭിച്ചത്. ഒട്ടേറെ എതിർപ്പും സംശയങ്ങളും ഉയർന്ന സാഹചര്യത്തിലാണ് നമ്മുടെ വിദ്യാർത്ഥികളുടെ ഭാവിയെ കരുതി പരീക്ഷ നടത്തിയത്. വീടിനടുത്ത് തന്നെയുള്ള സ്കൂളുകളിൽ പരീക്ഷ എഴുതാനുള്ള അവസരം നൽകി. അകലെയുള്ള വിദ്യാർത്ഥികളെ പരീക്ഷാ കേന്ദ്രങ്ങളിൽ വാഹനങ്ങളിൽ എത്തിച്ചു. ലക്ഷദ്വീപിൽ കുടുങ്ങിപ്പോയ വിദ്യാർത്ഥികൾക്ക് അവിടെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാ കേന്ദ്രങ്ങൾ ഇല്ലാതിരുന്നിട്ടും ചോദ്യപേപ്പറുകൾ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ എത്തിച്ച് പരീക്ഷ എഴുതുന്നതിന് സൗകര്യമൊരുക്കി. വിവിധ സർക്കാർ വകുപ്പുകളുടെയും PTA-യുടെയും ജനപ്രതിനിധികളുടെയും സഹകരണം ഉറപ്പാക്കിയാണ് രണ്ടാം ഘട്ട പരീക്ഷ വിജയകരമായി പൂർത്തീകരിച്ചത്. പരീക്ഷ പോലെ തന്നെ മൂല്യനിർണ്ണയവും 2 ഘട്ടങ്ങളായാണ് പൂർത്തീകരിച്ചത്. സംസ്ഥാനത്തെ 8 കേന്ദ്രീകൃത മൂല്യനിർണ്ണയ കേന്ദ്രങ്ങളിൽ 3020 അധ്യാപകരെ കോവിഡ് മാർഗനിർദ്ദേശങ്ങൾക്കനുസൃതമായി സാമൂഹ്യ അകലം പാലിച്ചുകൊണ്ട് ക്രമീകരണം നടത്തുകയും ജൂൺ 24 മൂല്യനിർണ്ണയം പൂർത്തിയാക്കുകയും ചെയ്തു. വിദ്യാഭ്യാസ വകുപ്പിനെയും പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട മുഴുവൻ അധ്യാപകരെയും അനധ്യാപകരെയും രക്ഷാകർത്താക്കളെയും വിദ്യാർത്ഥികളെയും ഈ നേട്ടത്തിൽ അഭിനന്ദിക്കുന്നു. 2020-21 വർഷത്തെ എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സ് പ്രവേശനത്തിനായുള്ള പ്രവേശന പരീക്ഷയായ കീം 2020 ജൂലൈ 16 നടത്തുക. കേരളത്തിലെ എല്ലാ ജില്ലകൾക്കും പുറമെ ഡൽഹി, മുംബൈ, ദുബായ് എന്നിവിടങ്ങളിലുമായി 1,10,250 വിദ്യാർത്ഥികൾ
കീം പരീക്ഷ എഴുതുന്നുണ്ട്. ഏപ്രിൽ 20, 21 തീയതികളിലായി നടത്താൻ നിശ്ചയിച്ചിരുന്ന പരീക്ഷയാണ് ജൂലൈ 16 മാറ്റിയത്. കണ്ടെയ്ൻമെൻറ്റ് സോൺ, ഹോട്ട്സ്പോട്ട് എന്നിവയ്ക്ക് പുറമെ ട്രിപ്പിൾ ലോക്ക്ഡൗൺ മേഖലകളിലും കോവിഡ്-19 വ്യാപനം തടയുന്നതിനു വേണ്ട മുൻകരുതലുകൾ സ്വീകരിച്ചാണ് പരീക്ഷയ്ക്ക് ഒരുക്കങ്ങൾ നടത്തിയിട്ടുള്ളത്. വിദ്യാർത്ഥികളുടെ പൂർണ്ണ സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ടും രക്ഷാകർത്താക്കളുടെ ആശങ്കകൾ അകറ്റിയും കുറ്റമറ്റ രീതിയിൽ പ്രവേശന പരീക്ഷ നടത്താനിരിക്കുകയാണ്. പരീക്ഷാ കേന്ദ്രങ്ങളിലും ബസ് സ്റ്റോപ്പുകളിലും ഉണ്ടാകാനിടയുള്ള തിരക്ക് ഒഴിവാക്കി സാമൂഹ്യ അകലം ഉറപ്പാക്കുന്നതിന് പോലീസിൻ്റെ സഹായം ഉറപ്പിക്കും. പരീക്ഷയ്ക്ക് മുൻപ് അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് ശേഷവും എല്ലാ പരീക്ഷാ കേന്ദ്രങ്ങളും ഫയർഫോഴ്സ് അണുവിമുക്തമാക്കും. സുരക്ഷാ ക്രമീകരണങ്ങൾ നടപ്പാക്കുന്നതിന് 3000-ഓളം സന്നദ്ധ സേനാ പ്രവർത്തകരുടെ സേവനം വിനിയോഗിക്കും. കുട്ടികളുടെ തെർമൽ സ്കാനിംഗ്, സാനിറ്റൈസിംഗ് എന്നിവയുടെ ചുമതല അവർക്കായിരിക്കും. ഇതര സംസ്ഥാനക്കാരായ വിദ്യാർത്ഥികൾക്കും ക്വാറന്റൈനിൽ നിന്നെത്തുന്ന വിദ്യാർത്ഥികൾക്കും പ്രത്യേക റൂമുകൾ സജ്ജീകരിക്കും. യാത്രാ സൗകര്യം ലഭ്യമാക്കുന്നതിനായി KSRTC പ്രത്യേക സർവീസ് ഏർപ്പെടുത്തും. പരീക്ഷാ കേന്ദ്രങ്ങളിലേക്ക് വിദ്യാർത്ഥികളുടെ ആവശ്യപ്രകാരം രാവിലെയും വൈകുന്നേരവും സ്പെഷ്യൽ സർവീസ് നടത്തും. ഇതുകൂടാതെ ബസ് ഓൺ ഡിമാൻഡ് പദ്ധതിയും KSRTC ഒരുക്കിയിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ സൂപ്പർ സ്പ്രെഡ് മേഖലകളിൽ നിന്നുള്ള 70 വിദ്യാർത്ഥികൾക്ക് വലിയതുറ സെൻറ് ആൻ്റണീസ് HHSൽ പരീക്ഷ എഴുതാം. ഡൽഹിയിലെ പരീക്ഷാ കേന്ദ്രത്തിന് അവസാന നിമിഷം വരെ അനുമതി ലഭിച്ചില്ല. ആ സാഹചര്യത്തിൽ ഫരീദാബാദ് JC ബോസ് യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി പുതിയ കേന്ദ്രമായി നിശ്ചയിച്ചിട്ടുണ്ട്. ഇതര സംസ്ഥാനക്കാരായ വിദ്യാർത്ഥികൾക്ക് ഈ ജാഗ്രതാ പോർട്ടൽ വഴി ഷോർട്ട് വിസിറ്റ് പാസ് ലഭിക്കും. ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സംഭാവനയുടെ കാര്യം IT ജീവനക്കാരുടെ ക്ഷേമ സംഘടന പ്രതിധ്വനി 2 ഗഡുക്കളായി 7,69,600 രൂപ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. ഇതുകൂടാതെ ടെക്നോ പാർക്കിലെ ദിവസവേതനക്കാരായ 500 IT ഇതര ജീവനക്കാർക്ക് 1000 രൂപയുടെ കോവിഡ് അതിജീവന കിറ്റ്, ഓൺലൈൻ ക്ലാസുകൾക്ക് സൗകര്യമില്ലാത്ത 40 കുട്ടികൾക്ക് TV എന്നിവയും അവർ കൈമാറിയിട്ടുണ്ട്. SBI പെൻഷനേഴ്സ് അസോസിയേഷൻ 12 ലക്ഷം രൂപ നൽകിയിട്ടുണ്ട്. AIYF പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി 10 ലക്ഷം രൂപ. കോട്ടയം, കൊല്ലം, ആലപ്പുഴ, പാലക്കാട്, എറണാകുളം, തൃശ്ശൂർ, തിരുവനന്തപുരം, കോഴിക്കോട് ഈ ജില്ലകളിലെ ക്ഷീരസംഘങ്ങൾ 5,72,631 രൂപ. KSKTU എറണാകുളം ജില്ലാ കമ്മിറ്റി 1,90,000 രൂപ. കഴക്കൂട്ടം അഗ്രികൾച്ചറൽ വെൽഫെയർ സഹകരണ സംഘം 70,000 രൂപ. തൃപ്രയാർ ജലോത്സവ സംഘാടക സമിതി 50,000 രൂപ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എംപ്ലോയി സഹകരണ സംഘം സെക്രട്ടറിയായി വിരമിച്ച L പ്രേമലത 25,000 രൂപ. AIYF മങ്കട വില്ലേജ് കമ്മിറ്റി 35,110 രൂപ.
കേരളത്തിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ദുബായിലെ സംഘടന AKCAF UAE ഓൺലൈൻ പഠന സഹായമായി 100 വിദ്യാർത്ഥികൾക്ക് TV നൽകാൻ സന്നദ്ധമായിട്ടുണ്ട്. ഇത്രയും വിവരങ്ങളാണ് ഇന്ന് കൈമാറാനുള്ളത്. പുതിയ ഘട്ടത്തിലേക്ക് കടന്നു. അപ്പോൾ ഇതിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾ പോലെ ചികിത്സാ പ്രവർത്തനങ്ങൾക്കും പുതിയ എന്തെങ്കിലും മാർഗരേഖയോ അല്ലെങ്കിൽ പുതിയ രീതി നടപ്പിലാക്കുന്നുണ്ടോ? അതുപോലെ തന്നെ ബാങ്കുകളിൽ നിന്നുള്ള രോഗപകർച്ച, ഇന്ന് പുൽപ്പള്ളിയിൽ കേസ് നിരവധി പേർക്ക് ബാങ്കിൽ നിന്ന് പകർന്നു എന്ന് പറഞ്ഞു. അതിനെക്കുറിച്ച് ബാങ്കുകളുടെ പ്രവർത്തനം നിയന്ത്രണം ഉണ്ടാകുമോ? ഇവിടെ ചികിത്സയുടെ കാര്യത്തിൽ പ്രത്യേക മാറ്റങ്ങളുടെ ആവശ്യകത ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നില്ല. കാരണം ചികിത്സ നമ്മൾക്ക് ഫലപ്രദമായി നടത്താൻ കഴിയുന്നുണ്ട്. ആവശ്യമായ ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ്. അത് നമ്മുടെ കൃത്യമായ അജണ്ടയിലുള്ളതാണ്. ആവശ്യമായ കാര്യങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ വലിയ പ്രയാസം വരാനിടയില്ല എന്നാണ് കാണുന്നത്. നമുക്ക് ഏറ്റവും ശ്രദ്ധിക്കാനുള്ള കാര്യം സമ്പർക്ക വ്യാപനം തടയലാണ്. ഇപ്പോൾ സമ്പർക്ക വ്യാപനം കൂടുകയാണ്. അപ്പോൾ സമ്പർക്ക വ്യാപനം നമുക്ക് തടയാൻ പറ്റണം. നേരത്തെ നമുക്കത് നല്ലതുപോലെ തടയാൻ കഴിഞ്ഞതാണ്. സമ്പർക്ക വ്യാപനം നമ്മുടെ അശ്രദ്ധയിലൂടെയാണ് ഉണ്ടാവുക. സുരക്ഷാ ക്രമീകരണങ്ങൾ പാലിക്കാതിരിക്കുമ്പോഴാണ് കൂടുതലായിട്ടുണ്ടാകുന്നത്. അത് കൃത്യമായി പാലിച്ചു പോകാൻ നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ ബാങ്കുകളുടെ പ്രവർത്തനം സംബന്ധിച്ച് പറഞ്ഞതിൽ ഈ വയനാട് പുൽപ്പള്ളിയിലുള്ള ഒരു ബാങ്ക് മാനേജർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. അപ്പോൾ അതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് 3 പഞ്ചായത്തുകളിലുള്ളവർക്ക് ഈ ബാങ്കിൽ ഇടപാടുകളുള്ളതായി കാണുന്നു. അപ്പോൾ ഇവിടെ നിരീക്ഷണം ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായി പുൽപ്പള്ളി, മുള്ളംകൊല്ലി പഞ്ചായത്തുകൾ പൂർണ്ണമായും, പൂതാടി പഞ്ചായത്ത് ഭാഗികമായും കണ്ടെയ്ൻമെൻറ് സോണാക്കി. അവയുടെ പ്രവർത്തനത്തിൽ ക്രമീകരണം വരുത്താനും സുരക്ഷാ മാനദണ്ഡങ്ങൾ ശക്തമാക്കാനും സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതിയുമായി കൂടിയാലോചന നടത്തും. കാരണം ഇത് കുറേ ആളുകളുമായിട്ട് ബന്ധപ്പെടുന്നതാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായ സാഹചര്യത്തിൽ ഗൗരവമായി അതിലിടപെടുന്നതാണ്. ഇന്നലെ തിരുവനന്തപുരത്ത് രോഗികളുടെ എണ്ണം താരതമ്യേന കുറഞ്ഞിരുന്നു. പക്ഷേ ഇന്ന് വീണ്ടും 201, അതിൽ 151 പരം സമ്പർക്ക രോഗികളുണ്ട്. അപ്പോൾ ഈ തിരുവനന്തപുരത്ത് ജില്ലാ അതിർത്തിയിലൊക്കെ ഈ ഗ്യാസ് ഡിസ്ട്രിബ്യൂട്ടർമാർക്കടക്കം രോഗം ഉണ്ടെന്നുള്ള പറയുന്നുണ്ട്. അപ്പം ഇത് തിരുവനന്തപുരത്ത് വീണ്ടും സ്ഥിതിഗതികൾ സങ്കീർണമാണോ? എന്താണ് ഇന്നത്തെ സാഹചര്യം? ഇന്നത്തെ സ്ഥിതിഗതി നമുക്ക് ആശങ്ക ഉളവാക്കുന്നതാണ്. അതിൻ്റെ ഭാഗമായി തന്നെ നമ്മുടെ നിയന്ത്രണങ്ങൾ കൂടുതൽ കർക്കശമായിട്ട് പോകേണ്ടതായിട്ടുണ്ട്. എല്ലാവരും സഹകരിക്കുക എന്നുള്ളതാണ് വേണ്ടത്. ഇപ്പോഴും ചില കേന്ദ്രങ്ങളിൽ ഇതൊരു സാരമില്ല എന്ന മട്ടിലെടുക്കുന്നുണ്ട്. ആ ഒരു നില രോഗവ്യാപനത്തിന് ഇടയാക്കും. ഗൗരവമായി ആരോഗ്യ പ്രവർത്തകരുമായി സഹകരിക്കണം. നിർദ്ദേശങ്ങൾ പൂർണ്ണമായി പാലിച്ചു പോകണം. രോഗലക്ഷണമുള്ളവരുമായി രോഗികളുമായി ഒരു തരത്തിലും ബന്ധപ്പെടാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ വ്യാപനത്തിനിടയാകുന്ന ഒന്നും സംഭവിക്കാൻ പാടില്ല. അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ബാങ്കുകളുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. കാര്യം ഈ നമ്മുടെ ഗ്രാമീണ മേഖലയിലടക്കം ആദ്യ ദിനങ്ങളിലൊക്കെ ATMകളിൽ വളരെ കൃത്യമായി സാനിറ്റൈസർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ പക്ഷേ കുറേയിടങ്ങളിലെങ്കിലും പ്രത്യേക നഗരങ്ങളിലുണ്ടാവും, ഗ്രാമീണ മേഖലകളിലൊക്കെ പലയിടങ്ങളിലും ഇല്ല എന്നുള്ള കാര്യം നമുക്ക് നേരിട്ട് തന്നെ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ഒരു ജാഗ്രത പാലിക്കാൻ ബാങ്കുകളുമായി ഒരു കൂടുതലൊരു നിർദ്ദേശം കൊടുത്ത് ഇടപെടാൻ കഴിയുമോ? രണ്ടാമതൊരു ചോദ്യം കൂടി, ഈ തിരുവനന്തപുരം ജില്ലയിൽ ഈ 200ഓളം പേർക്ക് രോഗം ബാധിച്ചത് അത് ഏത് മേഖലയിലാണെന്ന് പറയാൻ ഇപ്പോൾ സിഎമ്മിന്റെ കയ്യിൽ ഇതുണ്ടോ? ഇപ്പോൾ പറ്റുമോ? ഇതിൽ ബാങ്കുകളുടെ കാര്യത്തിലും അതുപോലുള്ള സ്ഥാപനങ്ങളുടെ കാര്യത്തിലും ഈ സാനിറ്റൈസർ ഉണ്ടാവുക, മറ്റ് മാസ്ക് ധരിക്കുക, സുരക്ഷാ ക്രമീകരണങ്ങൾ പാലിക്കുക, ഇതൊക്കെ വളരെ പ്രധാനമായിട്ടുള്ളതാണ്. അപ്പം എന്തെങ്കിലും വീഴ്ചകൾ സംഭവിക്കുന്നുവെങ്കിൽ അത് പരിഹരിക്കുന്നതിനുള്ള തുടർച്ചയായ ഇടപെടൽ ഉണ്ടാകും. അധികൃതരുടെ ഭാഗത്ത് നിന്ന് ആ ശ്രമം ഉണ്ടാകും. അതോടൊപ്പം നാടും നാട്ടുകാരും ഇക്കാര്യത്തിൽ നല്ല ജാഗ്രത പാലിച്ചു പോകേണ്ടതായിട്ടുണ്ട്. പ്രത്യേക ചോദ്യമായതുകൊണ്ട് ബാങ്കിംഗ് സമിതിയുമായി ബന്ധപ്പെട്ട് ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് നടപടികൾ സ്വീകരിക്കും. തിരുവനന്തപുരത്തിൻ്റെ വിശദമായ ഓരോ പ്രദേശത്തിൻ്റെയും കണക്ക് ഇപ്പോൾ എൻ്റെ കയ്യിലില്ല. നേരത്തെ ഞാൻ പറഞ്ഞു, ആ പറഞ്ഞതിനപ്പുറം കണക്ക് ഇപ്പോൾ എൻ്റെ കയ്യിലില്ല.
സിഎം ഈ നേരത്തെ വരെ കോവിഡ് കണക്കുകൾ സംസ്ഥാനം മറച്ചു വെക്കുന്ന ഒരു ആക്ഷേപം നേരത്തെ വരെ ഉണ്ടായിരുന്നു. സിഎം അത് നിഷേധിക്കുകയും ചെയ്തു. അപ്പൊ ഇന്നലെ എറണാകുളത്ത് കോവിഡ് കണക്കുകൾ മറച്ചു വെക്കുന്നുവെന്ന് അവിടുത്തെ MP ഹൈബിയോട് ആലോചിച്ചു. അതിപ്പം മന്ത്രി സുനിൽകുമാർ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എന്തുകൊണ്ടാണ് ഈ മറച്ചു വെക്കപ്പെട്ടത്? അങ്ങനെ ഒരു ആക്ഷേപം സർക്കാർ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഇത് കാര്യങ്ങൾ മനസ്സിലാകാതെയുള്ള ഒരു സംസാരമാണ് അവിടെ ഉണ്ടായത്. അത് നിങ്ങൾക്കും എന്തുകൊണ്ട് മനസ്സിലാകുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. അതുകൊണ്ടാണ് എനിക്കതിൽ ചിരി വരുന്നത്. ഇത് ഒരു നിശ്ചിത സമയത്തുള്ള കണക്കാണല്ലോ പറയുന്നത്. ഈ ടെസ്റ്റ് തുറന്നു പോകുന്നുണ്ടല്ലോ. അപ്പോൾ ആ കണക്കിൽപ്പെടുന്നത് ഇപ്പം ഞാൻ പറയുന്ന കണക്ക് ചിലപ്പോൾ ഒരു 12 മണിക്കോ 1 മണിക്കോ 2 മണിക്കോ എടുത്ത കണക്കാണെന്ന് വിചാരിക്കുക. ആ 2 മണി വരെയുള്ള കണക്കാണ് ഞാൻ പറയുന്നതെങ്കിൽ 2 മണിക്ക് ശേഷം എടുത്ത കണക്ക് ഞാൻ പറയുന്നില്ലല്ലോ. അതിൻ്റെ അർത്ഥം അവരെ കണക്കല്ലാതെ വരുന്നല്ലോ. ആ കണക്ക് എൻ്റെ വർത്തമാനത്തിൽ വരുന്നത് ഇന്നായിരിക്കും. ഇന്നലെ പറഞ്ഞില്ലെങ്കിൽ ഇന്നാണ് വരിക. ഇന്നത്തെ കണക്കിൽ വരും ആ ആളുകൾ മുഴുവൻ. ഇതാണല്ലോ സാധാരണ സംഭവിച്ചുകൊണ്ട് നേരത്തെ വ്യക്തമാക്കിയതാണത്. അത് മനസ്സിലാകാത്തത് കൊണ്ട് അവർ പ്രതികരിച്ചതായിരിക്കും. ഇതൊന്നും ഒരു തരത്തിലും മറച്ചു വെക്കാനുള്ള ഉദ്ദേശത്തോടെയല്ല. ഒരു സമയം വരെയുള്ളതാണ് പറയുന്നത്. അതിനുശേഷമുള്ളത് പിന്നീടുള്ളതായിട്ട് വരും. പ്രധാനപ്പെട്ട IAS ഉദ്യോഗസ്ഥനായ M. ശിവശങ്കർ ഇപ്പോൾ കസ്റ്റംസിൽ മൊഴി കൊടുക്കുകയോ ചോദ്യം ചെയ്യപ്പെടുകയാണ്. അദ്ദേഹം ഈ സയുക്ത അതുപോലെ തന്നെ സ്വപ്ന എന്നിവരുമായി തുടർച്ചയായി ഫോണിൽ ബന്ധപ്പെട്ടതിന്റെ രേഖകൾ അല്പസമയം പുറത്തു വന്നു. അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും നടപടി സ്വീകരിക്കാനുള്ള ഗ്രൗണ്ട് ഇപ്പോഴായിട്ടുണ്ടോ? അത്തരം നടപടി സർക്കാർ ആലോചിക്കുന്നു? സസ്പെൻഡ് ചെയ്യാനുള്ള ഗ്രൗണ്ട് ആയിട്ടില്ല. എന്നാൽ ഒരു പ്രശ്നമുണ്ട്. അതിൽ ഈ പറയുന്ന വിവാദ സ്ത്രീയുമായിട്ടുള്ള ബന്ധം നേരത്തെ നാട്ടുകാർ പറഞ്ഞ കാര്യം ഉണ്ടായിരുന്നു. അതിനപ്പുറം ഇപ്പോൾ ടെലിഫോൺ ബന്ധത്തിൻ്റെ കാര്യം പുറത്തു വന്നിട്ടുണ്ട്. പിന്നെ അതിൽ ബന്ധപ്പെട്ട മറ്റൊരു പ്രതിയുമായും ഇദ്ദേഹം ബന്ധപ്പെട്ടതായി വാർത്തകളിപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ബന്ധപ്പെടൽ അത് നിയതമായ രീതിയിലാണോ എന്നതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. ആ അന്വേഷണം നേരത്തെ ഈ നിയമനകാര്യം അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയിട്ടുള്ള ചീഫ് സെക്രട്ടറിയും ധനകാര്യ ACSും അടങ്ങുന്ന സമിതിയുണ്ട്. ആ സമിതി തന്നെ അന്വേഷിക്കും. നേരത്തെ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടാവുകയും ഈ ഫോൺ രേഖ പുറത്തു വരികയും ചെയ്ത ഘട്ടത്തിൽ അന്ന് ഇടതുപക്ഷം ആവശ്യപ്പെട്ടത് അന്നത്തെ മുഖ്യമന്ത്രിയുടെ രാജി അടക്കമാണ്. ഈ ഇത്രയും ഗുരുതരമായ ആരോപണം ഒരു IT സെക്രട്ടറിക്കെതിരെ ഉയർന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ട് ആ നടപടി വൈകുന്നതെന്നുണ്ട് സീം. അത് വേഗത്തിൽ തന്നെ ഒരു നടപടിയിലേക്ക് പോകേണ്ടതല്ലേ? ഇവിടെ ആ തരത്തിലൊരു സംഭവമല്ല ഉണ്ടാകുന്നത്. ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇന്നലെ ഞാൻ വിശദമായി പറഞ്ഞു. വീണ്ടും ഞാനത് ആവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ അടിസ്ഥാനപരമായൊരു പ്രശ്നമുണ്ടായാൽ ഒരു കാലതാമസമില്ലാതെ നടപടി ഉണ്ടാകും. അല്ലാതെ നടപടിയിലേക്ക് എങ്ങനെയാണ് കിടക്കുക? ഇപ്പോൾ ഈ പറയുന്ന കാര്യത്തിൽ പരിശോധന നടക്കട്ടെ, പരിശോധനയുടെ റിപ്പോർട്ട് വരട്ടെ. ആ പരിശോധന റിപ്പോർട്ടിന് ശേഷം എന്ത് വേണമെന്ന് അപ്പോൾ ആലോചിക്കാം. അങ്ങനെ മാത്രമല്ലേ നടപടികളിലേക്ക് കടക്കാൻ പറ്റൂ. ഇന്ന് മന്ത്രി KT ജലീലും അതേപോലെ തന്നെ സ്വപ്നയുമായിട്ടുള്ള സംഭാഷണത്തിന്റെ ആ കോൾ രേഖകളും ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. അതിനകത്ത് അദ്ദേഹം പറഞ്ഞത് റംസാൻ കിറ്റ് റിലീഫുമായി ബന്ധപ്പെട്ട് UAE കൗൺസിൽ ജനറലുമായിട്ട് സംസാരിക്കുന്നതിന്റെ ഭാഗമായി സംസാരിച്ചു എന്നാണ്. പക്ഷെ അത് മണിക്കൂറുകൾ ആണ്. ഈ കോൾ ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് മണിക്കൂറുകളാണ് മന്ത്രി KT ജലീലും സ്വപ്നയുമായിട്ട് സംസാരിച്ചിരിക്കുന്നത്. എന്തും പറയാൻ നമ്മുടെ നാക്കിന് നല്ല ശക്തിയുള്ള ചിലരുണ്ട്. ആ കൂട്ടത്തിൽപ്പെടുന്ന ഒരു സംസാരമാണ് ഇപ്പം നടന്നത്. ഇവിടെ ഒരു മണിക്കൂറുകളും സംസാരം ഉണ്ടായില്ല. ഇവിടെ ഉണ്ടായത് അദ്ദേഹം കോൺസുലേറ്റിൽ ഒരു കാര്യം പറയുന്നു. അപ്പോൾ കോൺസുലേറ്റ് ജനറൽ ഇദ്ദേഹത്തിന് സന്ദേശം അയക്കുന്നു, നിങ്ങൾ ഈ സ്ത്രീയുടെ പേര് പറഞ്ഞുകൊണ്ട് ആ സ്ത്രീയുമായിട്ട് ബന്ധപ്പെടുക. അതിന് അദ്ദേഹം തിരിച്ച് നന്ദി പറഞ്ഞുകൊണ്ട് സന്ദേശം അങ്ങോട്ട് അയക്കുന്നു. ഈ സ്ത്രീയെ ബന്ധപ്പെടുന്നു. ഇത് സാധാരണഗതിയിൽ ഉണ്ടായ ഒരു സംഭവം മാത്രമാണ്. കോൺസുലേറ്റുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിൽ ഉണ്ടായ കാര്യമാണെന്ന് അദ്ദേഹം ഇപ്പോൾ കൃത്യമായത് വിശദീകരിച്ചിട്ടുണ്ട്. അത് നേരത്തെ പറഞ്ഞത് തെറ്റിദ്ധാരണയുടെ ഭാഗം. ഈ പറഞ്ഞതോ നേരത്തെ ഇങ്ങനൊരു വാർത്ത കണ്ടപ്പോൾ സംസാരിച്ചു എന്ന് കണ്ടപ്പോൾ നിങ്ങളൊരായുധം കിട്ടിപ്പോയി, ഇതാ ഒരു മന്ത്രി സംസാരിച്ചിരിക്കുന്നു, ഇപ്പം പിടിച്ചാളിയാ എന്ന മട്ടിൽ വരുന്നത് മനസ്സിലാക്കാം. അത് സ്വാഭാവികമല്ലേ. എന്നാൽ അതിനൊരു നിമിഷത്തെ ആയുസല്ലേ ഉണ്ടായിട്ടുള്ളൂ. നേരെ ബഹുമാനായ മന്ത്രി KT ജലീൽ തന്നെ വന്നിട്ട് നിങ്ങളോട് പറഞ്ഞല്ലോ എന്താണ് സംഭവിച്ചത്. പിന്നെ എങ്ങനെയാണ് ഇങ്ങനെയൊരു സംശയം വരുന്നത്? അപ്പം അതൊരു നേരായ വഴിയല്ല. നമുക്ക് നേരായ വഴി സ്വീകരിച്ചാൽ മതിയല്ലോ.
നേരായ വഴിക്ക് കാര്യങ്ങൾ പോകുന്നതാണ് നല്ലത്. അതിനപ്പുറം ഞാൻ പറയേണ്ടതില്ലല്ലോ. സിഎം ഒരു കാര്യം, സിഎം പറഞ്ഞതുപോലെ എന്തുകൊണ്ട് ഇത്ര നിസ്സാരവൽക്കരിക്കുന്നു? ദേശദ്രോഹ കുറ്റം ചുമത്തിയ പ്രതികളുമായിട്ടാണ് മുൻ IT സെക്രട്ടറിക്ക് ബന്ധം. ഇപ്പോഴും ഒരു വെള്ളപൂശാനുള്ള ശ്രമം സർക്കാരിൽ നിന്നുണ്ടാകുന്നു എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. എങ്ങനെ അതിനെ വീണ്ടും ഇപ്പോൾ തന്നെ കസ്റ്റംസ് നോട്ടീസ് കൊടുത്ത അദ്ദേഹത്തെ ഇപ്പോൾ ഇവിടെ കസ്റ്റംസ് ഓഫീസിൽ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സർക്കാർ എന്തുകൊണ്ട് ഇപ്പോഴും അതിനൊരു വ്യക്തമായ ഒരു നിലപാടെടുക്കുന്നില്ല? നിലപാടെടുക്കുമല്ലോ. നിലപാടെടുക്കുന്നത് എങ്ങനെയാ? ആ ചോദ്യം ചെയ്യലിൻ്റെ ഭാഗമായി വസ്തുതാപരമായി ഏതെങ്കിലും വീഴ്ചകൾ ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായി എന്ന് വന്നാൽ സ്വാഭാവികമായിട്ടും നിലപാടിലേക്ക് വരും. അതാണല്ലോ ഞാൻ നേരത്തെ വ്യക്തമാക്കിയത്. പിന്നെ ഇപ്പോൾ വന്നത് സംസാരിച്ച രേഖകളാണ്. അതുമായി ബന്ധപ്പെട്ട് അന്വേഷണങ്ങൾ നടക്കട്ടെ, ആ അന്വേഷണത്തിൽ റിപ്പോർട്ട് വരട്ടെ. ഇന്നലെ നമ്മൾ സംസാരിക്കുമ്പോൾ സ്ത്രീയുമായിട്ടുള്ള ബന്ധമായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. ഇന്നിപ്പം ആ കള്ളക്കടത്തിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിട്ടും അദ്ദേഹത്തിന്റെ ഫോൺ ലിസ്റ്റ് വന്നിരിക്കുകയാണ്. ഇങ്ങനൊരു സാഹചര്യത്തിൽ ഈ വ്യാജരേഖ ഉണ്ടാക്കല്, അതുപോലെ തന്നെ വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കല്, ഇത്തരം കാര്യങ്ങളിൽ ഇദ്ദേഹത്തിന്റെ പങ്ക് പലയിടത്തും സംശയിക്കുന്നുണ്ട്. പോലീസ് സ്റ്റേഷനിലുണ്ടായ കേസുകളിലൊക്കെ ഇടപെട്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഉന്നത ഇടപെടൽ ഉണ്ടായെന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ അതും അന്വേഷണ പരിധിയിൽ ഉണ്ടാകുമോ? അല്ല, ഇതുമായി ബന്ധപ്പെട്ട് ഒരു റിപ്പോർട്ട് വരട്ടെ. ആ റിപ്പോർട്ടിൻ്റെ ഭാഗമായി വരുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് എന്ത് നടപടി സ്വീകരിക്കണോ അത്തരം നടപടികൾ സർക്കാർ സ്വീകരിക്കും. അത് ഞാൻ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. നേരത്തെ പറയുമ്പോൾ ഇത് നമ്മുടെ മുമ്പിലില്ല, ഇപ്പോൾ ഇന്ന് ഈ കാര്യങ്ങൾ വന്നിരിക്കുന്നു, അതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കട്ടെ. ആ അന്വേഷണത്തിൻ്റെ ഭാഗമായി കാര്യങ്ങൾ വ്യക്തമാകുമ്പോൾ സർക്കാർ നിലപാടെടുക്കും. പ്രഖ്യാപിച്ചിരിക്കുന്ന അന്വേഷണം ചീഫ് സെക്രട്ടറിയും ധനകാര്യ സെക്രട്ടറിയുമാണ്. ഇപ്പോൾ ഒരു സ്വർണ്ണക്കടത്ത് കേസിലെ ഒന്നാം പ്രതിയുമായി സംസാരിക്കുന്നത് അതൊരു ടെലിഫോൺ സംഭാഷണമാണ്. ചീഫ് സെക്രട്ടറിക്കും ധനകാര്യ സെക്രട്ടറിക്കും അത് ക്രിമിനൽ പശ്ചാത്തലമുള്ളവരുമായി നടത്തിയ സംഭാഷണം അത് വേണമെങ്കിൽ ക്രിമിനൽ ഗൂഢാലോചനയായി വ്യാഖ്യാനിക്കപ്പെടാം, ആരോപിക്കപ്പെടാം. അപ്പോൾ അത്തരം കാര്യങ്ങളെപ്പറ്റി ഇത്തരം ഒരു ഉദ്യോഗസ്ഥ സമിതിക്ക് അന്വേഷിക്കുന്നതിനുള്ള പരിമിതിയില്ലേ? മാത്രമല്ല, ക്യാബിനറ്റ് സെക്രട്ടറിയാണ് ചീഫ് സെക്രട്ടറി. അദ്ദേഹം എങ്ങനെയാണ് ഇക്കാര്യത്തിൽ വസ്തുനിഷ്ഠമായി അല്ലെങ്കിൽ നിഷ്പക്ഷമായ ഒരു അന്വേഷണം നടത്തുവാൻ വിശ്വസിക്കുക? അപ്പോൾ ഈ സൈറ്റടക്കമുള്ള ആളുകളെ വിളിച്ചതിനെ പറ്റി ഒരു പോലീസ് എൻക്വയറി അല്ലേ ആവശ്യമായിട്ടുള്ളത്? ഇത്രയും കാര്യം മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ അതിൽ പരിതപിക്കൽ മാത്രമേ എനിക്ക് സാധിക്കൂ. ഇത് സംബന്ധിച്ച് ചീഫ് സെക്രട്ടറി അടക്കമുള്ള ഒരു സമിതി അന്വേഷിക്കുമ്പോൾ സ്വാഭാവികമായി ഇൻ്റലിജൻസിൻ്റെ അടക്കം റിപ്പോർട്ടുകൾ അവർക്ക് വാങ്ങാൻ സാധിക്കും. നിങ്ങൾ ഈ പറയുന്ന റിപ്പോർട്ടുകളടക്കം എന്താണ് നിജസ്ഥിതി എന്നുള്ളത്. ആ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ അവർ അവരുടേതായ നിഗമനം സർക്കാരിനെ അറിയിക്കും. അതിൻ്റെ ഭാഗമായി തുറ നടപടികൾ ആവശ്യമുണ്ടെങ്കിൽ സ്വീകരിക്കാനും പറ്റും. അതിൻ്റെ ഭാഗമായിട്ടാണ് മറ്റു നടപടികൾ വരേണ്ടത്. അതിനൊന്നിനും തടസ്സമല്ല ഇത്. ക്യാരക്ടർ അവരാരാണെന്ന വിവരമൊക്കെ അങ്ങേക്ക് റിപ്പോർട്ട് കിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷേ അങ്ങയുടെ ഓഫീസിൽ 2 മാസം മുമ്പ് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് നൽകിയിരുന്നതാണ് അറിയാൻ കഴിയുന്നത്. ആ റിപ്പോർട്ട് അങ്ങേക്ക് എത്താതെ ആരോ തടഞ്ഞു, അല്ലെങ്കിൽ അങ്ങേക്ക് എത്തുന്നതിന് മുമ്പ് ആ റിപ്പോർട്ട് മുക്കിയതാണ് മനസ്സിലാക്കാൻ കഴിയും. അത്തരത്തിൽ എന്തെങ്കിലും വിവരം അങ്ങേക്കുണ്ടോ? അങ്ങയെ കബളിപ്പിച്ചുകൊണ്ട് അങ്ങയുടെ ഓഫീസിൽ ആരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടോ? ഇതിനിടയിൽ സൃഷ്ടിക്കപ്പെടുന്ന അനേക കഥകളുണ്ടല്ലോ. ആ കഥകളിൽ ഒന്ന് മാത്രമാണിത്. അങ്ങനെ പല കഥകളും നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ. ആ കഥകളിൽ ഒന്നല്ലാതെ മറ്റൊന്നുമല്ല ഇത്. തീരദേശത്തെ സംബന്ധിച്ചാണ് ചോദ്യം. അതായത് ഈ ട്രോളിംഗ് നിരോധനത്തിന് ശേഷം മത്സ്യബന്ധനത്തിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഈ കേരളത്തിലെ തീരമേഖലയിൽ ഈ തമിഴ്നാട്ടിൽ നിന്നും ഉള്ള മത്സ്യത്തൊഴിലാളികളാണ് അധികവും പണിയെടുക്കുന്നത്. അപ്പൊ അതിനുവേണ്ടി ഈ തമിഴ്നാട്ടിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളികൾ നമ്മുടെ തീരമേഖലകളിലേക്ക് അതിനുവേണ്ടി വന്നുകൊണ്ടിരിക്കുന്നു. ചില സ്ഥലങ്ങളിലൊക്കെ അവർ വന്നിട്ടുണ്ട്. അപ്പൊ അവർക്ക് എന്തെങ്കിലും മാർഗനിർദ്ദേശങ്ങളോ അതുപോലെ എന്തെങ്കിലും ഈ ഇത്തരം രോഗവ്യാപനമുള്ള സമയത്ത് അത് എന്ത് ചെയ്യണമെന്ന് ഉള്ള ഒരു നിർദ്ദേശമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ നേരത്തെ അത് വ്യക്തമാക്കിയതാണ്. അത് വിശദമായിട്ട് തന്നെ പറഞ്ഞിരുന്നു. കാരണം മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നം തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമ്മുടെ ഈ ഭാഗം എന്ന് പറയുന്നത് നിങ്ങൾ പറഞ്ഞ കന്യാകുമാരി തൊട്ട് ഇങ്ങോട്ടുള്ള നമ്മുടെ കേരളത്തിൻ്റെ ഭാഗങ്ങളടക്കം എടുത്താൽ ഇവരെല്ലാം ഒരേ രീതിയിൽ തൊഴിൽ ചെയ്യുന്നവരാണ്, കൂട്ടായി തൊഴിൽ ചെയ്യുന്നവരുമാണ്. ഒരു വേർതിരിവില്ലാതെ തൊഴിലെടുക്കുന്നവരാണെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പലരും ഇടകലർന്ന് തൊഴിലെടുക്കാറുണ്ട്. ഇന്നത്തെ സാഹചര്യത്തിൽ ആ തൊഴിലെടുക്കൽ നമുക്ക് വിഷമകരമാണ്. അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിൽ നിന്നുള്ള തൊഴിലാളികൾ ഇങ്ങോട്ട് വന്ന് ഇപ്പോൾ തൊഴിലെടുക്കുന്നത് പറ്റില്ല എന്ന നിലപാട് എടുത്തു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതിന് കോസ്റ്റ് ഗാർഡിനെ അടക്കം ഉപയോഗിക്കും എന്നതടക്കവും ഞാൻ നേരത്തെ ഇതേ വേദിയിൽ പറഞ്ഞു കഴിഞ്ഞതാണ്. അതുകൊണ്ട് ആ കാര്യത്തിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. ആ നില മാറിയിട്ടില്ല. അത് കുറച്ച് നാൾ കൂടി തുടരേണ്ടതായിട്ട് വരും. കുറച്ച് പ്രയാസം സൃഷ്ടിക്കുന്നൊരു നിലപാടാണത്. പക്ഷേ
ജീവനാണല്ലോ ഏറ്റവും പ്രധാനം. അതുകൊണ്ട് അത്തരമൊരു നിലപാട് സ്വീകരിക്കൽ മാത്രമേ നമ്മുടെ മുന്നിൽ കരണീയമായിട്ടുള്ളൂ. സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിന്റെ കാര്യത്തിൽ അങ്ങേക്ക് വേറെ എന്തോ കൂടി പറയേണ്ടത് തോന്നി. ഇല്ല റിപ്പോർട്ട് കിട്ടിയിട്ടെന്നാണോ പറയുന്നത്? അല്ല, ഇത്ര ഒരു ഷെയ്ഡി ക്യാരക്ടർ ഉണ്ടെന്ന കാര്യം അങ്ങയുടെ സ്പെഷ്യൽ ബ്രാഞ്ച് അങ്ങേ അറിയിച്ചില്ലെന്നാണോ, അല്ലെങ്കിൽ ഞാൻ ചോദിച്ച പോലെ അത് മുക്കിപ്പോവുകയാണോ? അല്ല, നിങ്ങൾ പറയുന്ന കഥയുടെ എല്ലാ വസ്തുതയുണ്ടെങ്കിൽ ആ വസ്തുത കൊണ്ടുവരി. ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനത്തെ ഘട്ടത്തിൽ പല കഥകൾ പുറത്തു വരാറുണ്ട്. അങ്ങനെയുള്ള കഥയായിട്ടേ ഇപ്പോൾ അതിനെ കാണാൻ പറ്റൂ. ഞാൻ നേരത്തെ പറഞ്ഞു എൻ്റെ കയ്യിൽ അങ്ങനെയൊന്നും കിട്ടിയിട്ടില്ല എന്നുള്ളത്. അത് നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. ഇനി നിങ്ങളെടുത്ത് വസ്തുതയുണ്ടെങ്കിൽ ആ വസ്തുത നിങ്ങൾ പുറത്തു കൊണ്ടുവന്നോളൂ. അതെ, അത് അതെങ്ങനെ സർക്കാരിന് ദോഷകരമായി മാറും? ഇത്ര വിശദമായ റിപ്പോർട്ട് അങ്ങയുടെ ഓഫീസിലേക്ക് എത്തിയിരുന്നതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനാണ് ഞാൻ പറഞ്ഞത്, വളരെ പല കഥകളും ഈ ഘട്ടത്തിൽ വരും. അതിൽ വസ്തുതയുണ്ടെങ്കിൽ നിങ്ങൾ ആ വസ്തുത പുറത്തു കൊണ്ടുവന്നോളൂ എന്ന്. അതല്ല, ഇപ്പം ഇത് കഥ ഓക്കെ, പക്ഷേ ഇത്തരം കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടിയല്ലേ സ്പെഷ്യൽ ബ്രാഞ്ച് സംവിധാനം, ഇന്റലിജൻസ് സംവിധാനം എല്ലാം ഉള്ളത്. അവർ തീർച്ചയായിട്ടും അറിയിക്കണമല്ലോ. അങ്ങനെ അറിയിക്കാത്തത് അവരുടെ പരാജയമല്ലേ? അത് വേറൊരു കാര്യം. അത് പിന്നെ എന്താണെന്നുള്ളത് പരിശോധിക്കാം. CM എം ശിവശങ്കറിന്റെ കാര്യത്തിൽ മുന്നണിയെ പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കാൻ CMന് കഴിയത്തില്ല. കാരണം CPI നേരത്തെ തന്നെ സ്പ്രിംഗ്ലർ വിവാദം ഉണ്ടായ ഉടനെ തന്നെ അദ്ദേഹത്തെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടതായി CPIയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിരുന്നു. അങ്ങനെ മുന്നണിക്ക് പോലും വിശ്വാസമില്ലാത്ത ഒരു ഉദ്യോഗസ്ഥനെ ഈ പ്രധാനപ്പെട്ട പദവിയിൽ ഇരുത്തിയതുകൊണ്ടല്ലേ സർക്കാരിന് ഇപ്പോൾ ഇങ്ങനൊരു നിലയിലൂടെ കടന്നു പോകേണ്ടി വരുന്നത്? അങ്ങനെ കാണാൻ പറ്റില്ല. അത് ഒരു പ്രശ്നത്തിൻ്റെ ഭാഗമായി ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ്. അതിൻ്റെ ഭാഗമായിട്ടൊരു നിലപാടെടുക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെയെന്ന് പറഞ്ഞാൽ അയാളെ നിയമിച്ചതുകൊണ്ടാണെന്ന് പറഞ്ഞുകൂടെ? അങ്ങനെയാണെങ്കിൽ അയാളൊരു കാലത്ത് പ്രവർത്തിക്കാൻ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റിയ ആളായിരുന്നു. അതുകൊണ്ടാണല്ലോ പ്രവർത്തനത്തിലുണ്ടായത്. പക്ഷേ ഇങ്ങനൊരു വശം ഉണ്ടായി എന്ന് അന്നാരും അറിയുന്നില്ലല്ലോ. അതാണല്ലോ നിങ്ങൾ നാട്ടുകാർ മനസ്സിലാക്കിയത്. അതാണല്ലോ പുറത്തു വന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ ഓഫീസിൽ നിന്ന് മാറ്റി നിർത്തുന്ന നിലയുണ്ടായത്. ബാക്കി കാര്യങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടും നടപടികൾ വരും. ഇംഗ്ലണ്ടിലെ അന്വേഷണം പ്രഖ്യാപിച്ച് 1 മാസത്തിനകം റിപ്പോർട്ട് എന്ന് CM പറഞ്ഞിരുന്നു. പക്ഷേ ഇതുവരെ റിപ്പോർട്ട് വന്നിട്ട് എന്തുകൊണ്ടാണ് ആ അന്വേഷണം വൈകുന്നത്? രണ്ടാമത്തെ കാര്യം, ചീഫ് സെക്രട്ടറിയും ACSഉം അന്വേഷിക്കുന്നു, ഓക്കെ. പക്ഷെ അങ്ങനെ അന്വേഷിക്കുമ്പോൾ പോലും ഈ പ്രതിയാണെന്ന് ആരോപിക്കപ്പെടുന്ന അല്ലെങ്കിൽ സംശയ നിലയിൽ നിൽക്കുന്ന വ്യക്തി, അദ്ദേഹം ഇപ്പോഴും ആ IAS സസ്പെൻഷൻ ഇല്ലാതെ ആ പദവിയിൽ തുടരുകയാണ്. മാറ്റി നിർത്തിയെന്നൊക്കെ ഒരു ന്യായത്തിൽ പറയാമെങ്കിലും IAS ഉദ്യോഗസ്ഥരായി സസ്പെൻഷൻ പോലും ഇല്ലാതെ തുടരുകയാണ്. എന്ത് വിശ്വാസത്തെയാണ് അന്വേഷണത്തിലുള്ളത്? അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥരുടെ വിശ്വാസത്തിൽ സംശയം പ്രകടിപ്പിക്കുന്നില്ല. പൊതുജനം എന്ത് സംശയിക്കും? എന്തിനാണ് മുഖ്യമന്ത്രി ഇങ്ങനെ സംരക്ഷിക്കുന്ന ഒരു സംശയം ജനങ്ങൾ ചോദിച്ചാൽ എന്ത് ലോജിക്കാണ്, എന്ത് മറുപടിയാണ് CMന് പറയാനുള്ളത്? ഒരാളെ സസ്പെൻഡ് ചെയ്യണമെങ്കിൽ അതിനടിസ്ഥാനപരമായ വസ്തുതകൾ വേണം. ആ വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് സസ്പെൻഷൻ പോലുള്ള നടപടികളിലേക്ക് കടക്കുക. ആ വസ്തുതകൾ ഇതുവരെ ഉണ്ടായിട്ടില്ല. നാളെ ഉണ്ടാവില്ല എന്നല്ല ഞാൻ പറയുന്നത്. നാളെ ഉണ്ടാകുമെന്നുള്ളത് നാളത്തെ ആശ്രയിച്ച് നിൽക്കുന്ന കാര്യമാണ്. അതുണ്ടാകുന്ന നില വന്നാൽ അപ്പോൾ നടപടികളിലേക്കും കടക്കും. അതാണ് ഞാൻ നേരത്തെ വ്യക്തമാക്കിയത്. നിങ്ങൾ അന്വേഷണം നടത്തുക, നിങ്ങൾ തീരുമാനിക്കുക, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ നടപ്പാക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സർക്കാരിന് പോകാൻ കഴിയില്ല. സാധാരണഗതിയിൽ അതിന് നിയതമായ ചില ചട്ടങ്ങളുണ്ട്. അത് വെച്ചിട്ട് മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. അതിൻ്റെ ഭാഗമായി ഏതെങ്കിലും തരത്തിലുള്ള സംശയാസ്പദമായ കാര്യം അന്വേഷണത്തിൻ്റെ ഭാഗമായി വന്നാൽ അതിൽ പിന്നെ സംരക്ഷിക്കുന്ന പ്രശ്നം വരുന്നില്ല. അവിടെയാണ് സർക്കാർ നടപടികളുമായിട്ട് മുന്നോട്ട് പോവുക. സെക്രട്ടറി ആയിരുന്ന എം ശിവശങ്കർ ഈ കോൺസുലേറ്റിലെ ഉദ്യോഗസ്ഥയായിരുന്ന പിന്നീട് സ്പേസ് പാർക്കിൽ ജോലി ലഭിച്ച സ്വപ്ന സുരേഷിനെ ബന്ധുവാണെന്ന് പറഞ്ഞ് പലർക്കും പരിചയപ്പെടുത്തി. അങ്ങയുടെ വകുപ്പിന് കീഴിലുള്ള ഒരു സംവിധാനത്തിന്റെ സിഇഒയ്ക്ക് അടക്കം ഇത്തരത്തിൽ പരിചയപ്പെടുത്തി. ഈ കാര്യങ്ങൾ അങ്ങയുടെ ശ്രദ്ധയിൽ എന്തെങ്കിലും തരത്തിൽ വന്നിട്ടുണ്ടോ? ഇതേപ്പറ്റി അറിഞ്ഞിട്ടുണ്ടോ? എൻ്റെ അടുത്ത് ആരും പറഞ്ഞിട്ടില്ല ഈ ബന്ധുവാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയ കഥയൊന്നും. ഞാൻ അറിയുന്ന കാര്യമല്ല. CMന്റെ ഓഫീസ് സംശയത്തിന്റെ നിലയിലാകാൻ പാടില്ല എന്ന് CPI തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പല ഘടകകക്ഷികളും പറഞ്ഞതായി മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് CMന് അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൂടി അന്വേഷണ പരിധിയിൽപ്പെടുത്തിക്കൂടാ? അന്വേഷണ പരിധിയിൽ ആരാ പെടുത്തേണ്ടത്? അന്വേഷിക്കുന്നവർ വിശദമായി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ആ അന്വേഷണം ഇപ്പോൾ എന്തിനെക്കുറിച്ചാ? അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ആർക്കും മിണ്ടാട്ടമില്ലല്ലോ. ഇപ്പോൾ കൃത്യമായി അന്വേഷണം നടക്കുകയല്ലേ. ആ അന്വേഷണം നമ്മുടെ രാജ്യത്ത് നടക്കാൻ പാടില്ലാത്ത സ്വർണ്ണക്കടത്ത് നടന്നതിനെ പറ്റിയാണല്ലോ. അതുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ? ആ അന്വേഷണ ഏജൻസി കണ്ടെത്തുമല്ലോ. അതിൻ്റെ ഭാഗമായി അവരെവിടെയാണോ എത്തേണ്ടത് അവിടെ എത്തിക്കോളുമല്ലോ.
നിങ്ങളെന്തിനാണ് അന്വേഷണ ഏജൻസിയെ ദുർബോധനപ്പെടുത്താൻ നോക്കുന്നത്? എന്തിനാണ് വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്നത്? നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് തിരിച്ചുവിടാൻ എന്തിനാണ് ശ്രമിക്കുന്നത്? വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ അവർ കാര്യങ്ങൾ നീക്കട്ടെ. അതല്ലേ സാധാരണഗതിയിൽ ചെയ്യേണ്ടത്. താങ്കളാണ് ഒരു അന്വേഷണം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ട പ്രധാനമന്ത്രിയോട്. അതിനുശേഷം ഇത്തരം ഒരു ഗുരുതര സ്വഭാവമുള്ള അന്വേഷണമായതുകൊണ്ട് തന്നെ കേന്ദ്രത്തിൽ നിന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയോ മറ്റോ താങ്കളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടോ ഇക്കാര്യത്തിൽ? എന്നെ അതിനുശേഷം ബന്ധപ്പെട്ടിട്ടില്ല. സിഎം അങ്ങയുടെ ഓഫീസിലേക്ക് അന്വേഷണം വരട്ടെ എന്ന് ധൈര്യപൂർവ്വം പറയുന്നു. അത് എന്തുറപ്പിന്റെ അടിസ്ഥാനത്തിലാണ്? അങ്ങയുടെ ഓഫീസിൽ ഇതിലൊരു പങ്കുമില്ലെന്ന വിശ്വാസമാണോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെയോ മറ്റേതെങ്കിലും നേതാക്കളുടെയോ തെളിവിനെ സംബന്ധിച്ച് എന്തെങ്കിലും സൂചനകൾ അങ്ങേക്കോ അങ്ങയുടെ കീഴിലുള്ള പോലീസിനോ ലഭിച്ചിട്ടുണ്ടോ? ഞാനൊരു രാഷ്ട്രീയ പാർട്ടിക്കെതിരെ ആരോപണം ഉന്നയിക്കാൻ പുറപ്പെട്ടിട്ടില്ല. ഞാൻ പറഞ്ഞത് അന്വേഷണത്തിൻ്റെ മുറക്ക് നടക്കട്ടെ. അന്വേഷണം നടക്കുമ്പോൾ ആ അന്വേഷണത്തിൻ്റെ ഭാഗമായി അവർ ചിലരിലേക്ക് എത്തും. ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ അത് ചിലരുടെ നെഞ്ചിടിപ്പ് വർദ്ധിപ്പിക്കും. അത് നമുക്ക് കാണാമല്ലോ എന്താണെന്നുള്ളത്. ആരുടെ ബന്ധപ്പെട്ടവരുടേത് ബന്ധപ്പെട്ടവരുടെ നെഞ്ചിടിപ്പ് വർദ്ധിക്കൂലേ? അതിനെന്ത് ചെയ്യാൻ പറ്റും? അല്ല അത് നമുക്ക് കണ്ടറിയാം. ശരി, അപ്പോൾ ഇവിടെ നിർത്താം, മതി.